നിങ്ങൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ പരാജയപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? ഇല്ലല്ലേ? നമ്മളെല്ലാവരും ജീവിക്കുന്നത് വിജയിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് വിജയത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി തന്നെയാണ്. അതാണ് സത്യം. പലപ്പോഴും വിജയം നീ എടുത്തോളൂ എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ മനസ്സിലുള്ളത് നമുക്ക് സ്വയം വിജയിക്കണമെന്നാണ്. ശരിയല്ലേ? പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങൾ നേരിടുന്നത് നമ്മളുടെ കഴിവുകേടോ ഭാഗ്യമില്ലായ്മയോ ഒന്നും കൊണ്ടല്ല, അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി പരിചയമില്ലായ്മയോ നമ്മുടെ എക്സ്പീരിയൻസ് ഇല്ലാത്തതോ ഒന്നുമല്ല. പലപ്പോഴും വിജയങ്ങളെ നമ്മുടെ മുൻപിൽ തടഞ്ഞു നിർത്തുന്നത് നമ്മുടെ ജീവിതത്തിലെ ചില ശീലങ്ങൾ തന്നെയാണ്. നമ്മൾ ഓരോ കാര്യത്തിനെയും നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ വിജയത്തിൻ്റെ ഇൻറ്റൻസിറ്റി തീരുമാനിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തെ വിജയത്തിലേക്ക് എത്തിച്ചേരാൻ സഹായിക്കുന്ന ചില ടിപ്സാണ്. ഒന്നാമത്തെ പോയിൻ്റാണ് കൺസിസ്റ്റൻസി. നമ്മൾ എല്ലാവരും തന്നെ ഒരു കാര്യം തുടങ്ങാൻ വളരെ ഉത്സാഹമുള്ളവരാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ തുടങ്ങി വെക്കും, വളരെ ഹാപ്പിയായി നല്ല രീതിയിൽ നമ്മളത് തുടങ്ങും. പക്ഷെ മുന്നോട്ട് പോകും തോറും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ നമ്മൾ പലപ്പോഴും അത് പകുതിയിൽ വെച്ച് നിർത്തി പോകുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. ശരിയല്ലേ? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, മിക്കവാറും എല്ലാവരും, ഈ കേൾക്കുന്ന നിങ്ങളാണെങ്കിൽ പോലും, ന്യൂ ഇയറിന് പല റെസല്യൂഷൻസും എടുക്കും. ഈ വർഷം എനിക്ക് അങ്ങനെ ചെയ്യണം, ഈ വർഷം എനിക്ക് ഇങ്ങനെ ചെയ്യണം, ഈ വർഷം ഞാൻ ജിമ്മിൽ പോകും, ഈ വർഷം ഞാൻ ഡയറ്റ് കൺട്രോൾ ചെയ്യും, അല്ലെങ്കിൽ ഈ വർഷം ഞാൻ നന്നായി പഠിക്കും. അങ്ങനെ പല രീതിയിലും നമ്മൾ പല റെസല്യൂഷൻസും സെറ്റ് ചെയ്യും ന്യൂ ഇയറിൽ. ആദ്യത്തെ 1, 2, 3 ദിവസം അല്ലെങ്കിൽ ഒരു മാസം നമ്മളത് വളരെ ഉത്സാഹത്തോടു കൂടി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച റെസല്യൂഷൻസിന് വേണ്ടിയെല്ലാം നമ്മൾ പ്രയത്നിക്കും. എന്നാൽ ഒരു കുറച്ച് ദിവസം, കുറച്ച് നാളുകൾ കഴിയുമ്പോൾ പതിയെ പതിയെ നമ്മൾ ആ റെസല്യൂഷൻസേ മറന്നു പോകും. അത് ഒരു മറവിയല്ല, നമ്മൾ മനഃപൂർവ്വം അത് അവോയ്ഡ് ചെയ്യുന്നതാണ്. കാരണം നമുക്കത് സാധിക്കില്ല എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളതിനെ അവഗണിക്കും. അതുകൊണ്ട് ഒരു കാര്യം തുടങ്ങുമ്പോൾ നമുക്കുള്ള അതേ ഉത്സാഹം മുന്നോട്ടും ഉണ്ടാവണം. എല്ലാ ദിവസവും, അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു ടൈം പീരീഡിൽ, ഒരേ ഗ്യാപ്പിൽ ആ കാര്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾക്ക് ആ കാര്യത്തിൽ വിജയം കൈവരിക്കാൻ കഴിയുള്ളൂ. രണ്ടാമത്തെ കാര്യമാണ് സ്ട്രഗിൾസ്. സ്ട്രഗിൾ എന്ന് പറയുമ്പോൾ നമ്മൾ പല ബുദ്ധിമുട്ടുകൾ അതിനകത്ത് പെടും. നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ശരീരം അതിന് പാകമായിട്ടുണ്ടാവില്ല. ഒരു വിജയത്തിൻ്റെ പിന്നിൽ എപ്പോഴും ബുദ്ധിമുട്ടുകളുടെ കഥകളുണ്ടാവും. പക്ഷെ ആരും അതിനെക്കുറിച്ച് പറയില്ല, അല്ലെങ്കിൽ ആരും ആ ബുദ്ധിമുട്ടുകൾ കാണില്ല. അതാണ് സത്യം. ഒരാളുടെ വിജയം നമ്മൾ ആസ്വദിക്കുമ്പോൾ, ഒരാളുടെ വിജയം നമ്മൾ കാണുമ്പോഴോ ആഘോഷിക്കുമ്പോഴോ അതിന് അദ്ദേഹം പിന്നിട്ടിട്ടുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അന്വേഷിക്കില്ല. എത്രയൊക്കെ ബുദ്ധിമുട്ടുകളിലൂടെയാണ് അദ്ദേഹം കടന്നു വന്നതെന്ന് നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് ഒരു വിജയവും നേരിട്ടുണ്ടായതോ അല്ലെങ്കിൽ വളരെ സ്മൂത്തായ വഴിയിൽ കൂടി ഉണ്ടായി വരുന്നതോ അല്ല. ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച് തന്നെയാണ് ഓരോ വ്യക്തികളും വിജയിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കുറേ സ്ട്രഗിൾ ചെയ്യാൻ തയ്യാറാവുക, നന്നായി കഷ്ടപ്പെടാനുള്ള മനസ്സുണ്ടാവണം. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യമാണ് ഫോക്കസ്. നമ്മൾ എന്തിലേക്കാണോ ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു രീതിയിലേക്ക് നമ്മുടെ മൈൻഡ് മുന്നോട്ട് പോവുള്ളൂ. വളരെ ചെറിയൊരു പ്രായത്തിൽ തന്നെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ അടുത്ത് ടീച്ചേഴ്സ് ചോദിക്കാറുള്ള, അല്ലെങ്കിൽ പാരൻസ് ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട്, എന്താണ് നിങ്ങളുടെ അംബീഷൻ? അപ്പം ചില കുട്ടികൾ അപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ച് അവരുടെ അംബീഷൻസ് പറയും. ചിലപ്പോൾ അവർ കണ്ട മൂവിയിൽ ഒരു പോലീസ് നല്ല രീതിയിൽ ഫൈറ്റ് സീൻ ചെയ്യുന്നത് കണ്ടു, അത് ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ പോലീസ് ആവണം എന്ന് പറയുന്ന കുട്ടികളുണ്ട്. അല്ലെങ്കിൽ ഒരു ഡോക്ടർ നല്ല രീതിയിൽ പേഷ്യൻസിനെ നോക്കുന്നത് കണ്ടിട്ട് ഇൻസ്പയർഡായി ഡോക്ടർ ആവണമെന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു ഇൻഫാക്ച്വേഷൻ മാത്രമാണ്, സീരിയസ് ആയിട്ടുള്ളൊരു ഡിസിഷൻ അല്ല. അപ്പോൾ അതിനനുസരിച്ച് മുന്നോട്ട് പഠിക്കാനൊന്നും ആ കുട്ടികൾ വളർന്നിട്ടുണ്ടാവില്ല. പക്ഷെ കുറച്ചും കൂടെ പ്രായമായി കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു 10, +1, +2 ഒക്കെ എത്തിക്കഴിയുമ്പോൾ നമ്മളൊരു അംബീഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ആ ഒരു രീതിയിലേക്ക് ഫോക്കസ് ചെയ്ത് അതിനനുസരിച്ച് നമുക്ക് പഠിക്കാം. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഡോക്ടർ ആവാൻ വേണ്ടി അംബീഷൻ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കുട്ടി ഒരിക്കലും കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ എടുക്കില്ല. കാരണം ആ കുട്ടിക്കറിയാം ഡോക്ടർ ആകണമെങ്കിൽ സയൻസ് എടുക്കണമെന്ന്. അതുപോലെയാണ് നമ്മുടെ ഫോക്കസ്. നമ്മൾ എങ്ങോട്ട് ഫോക്കസ് ചെയ്യുന്നോ ആ ഒരു റൂട്ടിലൂടെ ആയിരിക്കണം നമ്മുടെ സഞ്ചാരം. ഏത് രീതിയിൽ ഫോക്കസ് ചെയ്താലും, എന്തിനെക്കുറിച്ചാണെങ്കിലും, നമ്മുടെ വിജയം ഏത് രീതിയിലുള്ള വിജയമാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്
ആ ഒരു രീതിയിലേക്ക് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് പോയെങ്കിൽ മാത്രമേ നമ്മൾക്ക് അവിടെ എത്തിച്ചേരാൻ കഴിയുള്ളൂ. കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ എല്ലാവരും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഡിസ്ട്രാക്ഷൻസ്. പല രീതിയിലുള്ള ഡിസ്ട്രാക്ഷൻ നമുക്കുണ്ടാവാറുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പോഴത്തെ കാലത്തുള്ള സോഷ്യൽ മീഡിയാസ്. സോഷ്യൽ മീഡിയയിൽ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോലും അക്കൗണ്ട് ഇല്ലാത്ത ഒരാൾ പോലും ഇന്നത്തെ കാലത്ത് ഉണ്ടാവാറില്ല. പൊതുവെ എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിനും മിനിമം ഏജ് 18 ആണെങ്കിൽ പോലും, 18 വയസ്സാണെങ്കിൽ പോലും ഇപ്പോൾ കുട്ടികൾക്ക് പോലുമുണ്ട് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ. അപ്പോൾ സോഷ്യൽ മീഡിയ വളരെ വലിയൊരു ഡിസ്ട്രാക്ഷനാണ് ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും എല്ലാവർക്കും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ ഇതേ സോഷ്യൽ മീഡിയ വഴി നല്ല രീതിയിൽ ജീവിതം മെച്ചപ്പെട്ടു പോകുന്നവരുമുണ്ട്. കോണ്ടന്റ് ക്രിയേറ്റേഴ്സായിട്ടും അല്ലെങ്കിൽ ഈ റീൽസൊക്കെ കണ്ടിട്ട് ചെറിയ ചെറിയ കൈത്തൊഴിലുകൾ പഠിച്ച് അതുമായി മുന്നോട്ട് പോകുന്നവരും, അല്ലെങ്കിൽ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നവരും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നല്ല രീതിയിലും ഓൺലൈൻ മീഡിയാസ് വഴി ചെയ്യാൻ കഴിയുന്നതാണ്. ഏതൊരു കാര്യമാണെങ്കിലും ആ ഒരു ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കി നമ്മുടെ ഫോക്കസ് എന്താണോ ആ ഒരു രീതിയിലേക്ക് മാത്രം നമ്മുടെ മൈൻഡിനെ സെറ്റ് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വിജയത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ 4ാമത്തെ പോയിൻ്റാണ് സ്മാർട്ട് വർക്ക്. പൊതുവെ നമ്മളെല്ലാവരും പറയുന്നതാണ് ഹാർഡ് വർക്ക് ചെയ്തെങ്കിലേ വിജയത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയൂ എന്ന്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഹാർഡ് വർക്കിനേക്കാൾ കൂടുതൽ എഫക്റ്റീവാണ് സ്മാർട്ട് വർക്ക്. ഹാർഡ് വർക്ക് ചെയ്താൽ വിജയം കിട്ടില്ല അല്ലെങ്കിൽ വിജയത്തിൽ എത്തില്ല എന്നല്ല പറയുന്നത്. ഹാർഡ് വർക്കിനേക്കാൾ വേഗത്തിൽ വിജയത്തിലേക്ക് എത്താൻ വേണ്ടി സ്മാർട്ട് വർക്കാണ് കൂടുതൽ നല്ലത് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞുള്ളൂ. കാരണം ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ഫോക്കസിലേക്ക് വന്ന് വളരെ കഠിനമായി ആ ഒരു കാര്യത്തിന് വേണ്ടി പ്രയത്നിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സും ശരീരവും തളരുകയും കൂടെ ചെയ്യും. സ്മാർട്ടായിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ, വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വളരെ സ്മാർട്ടായിട്ട് അക്കാര്യത്തെ കാണുകയാണെങ്കിൽ ഹാർഡ് വർക്കിനേക്കാൾ വേഗത്തിൽ നമുക്ക് വിജയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഈ 4 കാര്യങ്ങൾ വിജയത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട്സ് അല്ല. ഈ 4 കാര്യങ്ങൾ പൊതുവെ മറ്റാരും പറഞ്ഞു തരാത്ത ചില കാര്യങ്ങളാണ്. പൊതുവെ വിജയിക്കുന്നവരാരും അവരുടെ വിജയത്തിന് പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരായിരിക്കില്ല. ഈ ട്രിക്സ് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ. പതുക്കെയാണെങ്കിലും നിങ്ങൾ വിജയത്തിലേക്ക് എത്തിച്ചേരും, ഉറപ്പാണത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ഇൻസൈറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ ഹെൽത്തി ആൻഡ് സ്റ്റേ ഫോക്കസ്ഡ്. ടേക്ക് കെയർ.